ഒട്ടേറെ സഞ്ചാരികൾ വന്നു പോകാറുണ്ട്. ഈ പ്രദേശത്ത് വെച്ച് നമ്മളൊരു അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയുടെ ക്ലൈമാക്സ് സീൻ ഇവിടെ ഷൂട്ട് ചെയ്തിരുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ തന്നെ മഴക്കാലത്ത് കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റി മല കയറി പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ബളാൽ പഞ്ചായത്തിലെ മുത്തപ്പൻ മല. മലയുടെ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന മുത്തപ്പൻ്റെ ഒരു ചെറിയ അമ്പലവും ചുറ്റിനുമുള്ള മനോഹര കാഴ്ചകളുമാണ് ഇവിടുത്തെ പ്രത്യേകത. ബളാൽ ടൗണിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ മല കയറിയാൽ മുത്തപ്പൻ മലയിലെ ക്ഷേത്രത്തിൽ എത്താം. അവിടം വരെ റോഡ് സൗകര്യം ഉണ്ട്. ബളാൽ കള്ളാർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് മുത്തപ്പൻ മല സ്ഥിതി ചെയ്യുന്നത്. കള്ളാർ, അടോട്ടുകയ, ചുള്ളി എന്നിവിടങ്ങളിൽ നിന്നും ഇവിടത്തേക്ക് എത്താൻ പറ്റും. മഴക്കാലത്താണ് മുത്തപ്പൻ മലയുടെ സൗന്ദര്യം കൂടുതൽ സുന്ദരമാവുന്നത്. ഇതാണ് മുത്തപ്പൻ ടൗണ്, കവലയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മുകളിലോട്ട് പോകേണ്ടത്. നമ്മൾ നേരെ വരുമ്പോൾ നേരെ തന്നെ അല്ലേ? ബളാൽ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ നേരെ തന്നെ കയറിയാൽ മതി. രാജപുരം ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് അടിച്ച് കയറും. ഇതാണ് മുത്തപ്പൻമല എന്ന് പറഞ്ഞ സ്ഥലം. മുത്തപ്പൻമല അമ്പലമാണ്, മുത്തപ്പൻ്റെ അമ്പലമാണ്. മലയിൽ ഏറ്റവും മോഡൽ. ഇതാണ് മുത്തപ്പൻ മല. ബളാലിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മുകളിലേക്ക് കയറി വരണം. ഇവിടെ ഒട്ടേറെ സഞ്ചാരികൾ വന്നു പോകാറുണ്ട്. ഈ പ്രദേശത്ത് വെച്ച് നമ്മളൊരു അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയുടെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തിരുന്നു. മധുരോത്സവം എന്ന് പറയുന്ന സിനിമ. സുരാജ് വെഞ്ഞാറമൂടും അദ്ദേഹത്തിൻ്റെ നായികയും കൂടി ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് സീനോട് അടുക്കുന്ന സീനുകൾ ഈ പ്രദേശത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഷൂട്ടാണ് ഉണ്ടായിരുന്നത്. സിനിമ കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസാന രംഗത്തിലെ പ്രധാനപ്പെട്ട സീനുകൾ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. മാത്രമല്ല ആ സിനിമയുടെ നമ്മുടെ പാക്കപ്പ് പാർട്ടി ഇവിടെ വെച്ചാണ് നടത്തിയത്. ഇതാണ് നമ്മുടെ മുത്തപ്പൻ അമ്പലം, ഏറ്റവും മലമുകളിലുള്ള അമ്പലം.
നല്ല നോക്കിയാൽ നല്ല വ്യൂ ആണ് ചുറ്റും. കുറച്ച് കോട കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടോ ചുറ്റുപാടും. കോട കയറിയുണ്ടോ നല്ല അടിപൊളി വ്യൂ ആണ്. വണ്ടിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് താഴെ. അതിലൊരു വണ്ടി വന്ന് നല്ല സൂപ്പർ ആട്ടെ ചേട്ടാ. ഫുൾ കോട വരാൻ തുടങ്ങിയുണ്ടോ? ഫുൾ കോട, ചുറ്റും കോട, ഒന്നും കാണുന്നില്ല, ഫുൾ വൈറ്റ് മാത്രം. നിങ്ങളേക്കല്ലേ എപ്പോഴും വിളക്ക് വയ്ക്കുന്ന? അതെയാ, നിങ്ങളല്ലേ? പേരെങ്ങനെ? രവിന്നോ? ബസ് വരാൻ പോകുന്നുണ്ടോ? അതെയാ, 6 മാസം. നിങ്ങൾ കുടുംബക്ഷേത്ര? അതെയാ അതെയാ അതെയാ. ഇപ്പൊ എത്ര ആളായത്? പണ്ടേ ഇല്ല എന്നോട് 40 കൊല്ലായ? എല്ലാ വർഷവും അപ്പോൾ ഉത്സവം നടക്കില്ല? മാർച്ചിലാ? മുത്തപ്പൻ തിരുവപ്പനോ കഴിക്കലീട? പുളിയനും അമ്മയുണ്ട്. അതെയാ അതെയാ. 4 തെയ്യ, 5 4 തെയ്യ അല്ലേ? അതെയാ. നിങ്ങൾ എല്ലാ ദിവസവും വന്നിട്ട് വിളക്ക് വെക്കുക? എല്ലാ ദിവസവും വരുന്ന കുട്ടിക്ക് പുറത്തെ വിളക്കില്ലേ, അത് വെക്കാം. ഞാൻ പറഞ്ഞ അകത്ത്. അകത്താ? നിങ്ങളെ വീട് അടുത്ത് തന്നെ? പാട്ട് വരുന്ന ആ മഴ. നല്ല കാറ്റാന്ന് പറ. എപ്പോഴും നല്ല വൈബാണ്, കാറ്റാണ്, തണുപ്പാണ്.